ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോണത് പൊറോട്ടയാണ്. പൊറോട്ടക്ക് ഒരു 1.25 കിലോ മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തെടുത്തു. പിന്നെ പാം ഓയിൽ ചേർത്തെടുക്കണം. പാം ഓയിൽ ഒരു 1.25 ടേബിൾ സ്പൂണാണ് ചേർത്തെടുത്തിട്ടുള്ളത്. പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിലേക്ക് പിന്നെ ആവശ്യമായ സാധനം എന്ന് വെച്ചാൽ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര. ചെറിയൊരു മധുരത്തിന് വേണ്ടിയാണ് നമ്മൾ പഞ്ചസാര ആഡ് ചെയ്യുന്നത്. പിന്നെ ഇതിലേക്ക് ചേർത്തെടുക്കുന്നത് മുട്ടയാണ്. മുട്ട നമ്മൾ 3 ഫുൾ മുട്ട എടുക്കുന്നുണ്ട്. ഇത് വെള്ളം മാത്രമല്ല മഞ്ഞൾപ്പൊടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. 3 മുട്ട എടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. പിന്നെ അതിലേക്ക് യൂസ് ചെയ്യുന്ന വാട്ടർ നോർമൽ വാട്ടറാണ്. പിന്നെ നന്നായി കുഴച്ച് അങ്ങനെ ബോൾ രൂപത്തിലാക്കി വെക്കുക. അതിൻ്റെ മേലെ കുറച്ച് പാം ഓയിലും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്കതൊരു നനഞ്ഞ തുണി വെച്ച് കവർ ചെയ്യണം. അത് നമ്മളിവിടെ 4 മണിക്കൂറാണ് കവർ ചെയ്തിട്ടുള്ളത്. എത്ര സമയം വെക്കുന്നു അത്ര സോഫ്റ്റ് ആവും. നമ്മൾ 4 മണിക്കൂറാണ് എടുത്തത്. പിന്നെ അതെടുത്ത് നമുക്കത് നീളത്തിലൊന്ന് കുഴച്ചെടുത്ത് ഇങ്ങനെ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഒരേ അളവിൽ തന്നെ. നമുക്ക് ഈ 1.25 കിലോ മൈദയിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് 35 പൊറോട്ടയാണ്. ഒരു നോർമൽ റൗണ്ട് ഷേപ്പായിട്ടുള്ള 35 പൊറോട്ടയാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ അതിന് ശേഷം നമ്മളിതിങ്ങനെ പരത്തിയെടുക്കാം. ബോളാക്കിയിട്ട് പരത്തിയെടുക്കാം. നന്നായി പരത്തിയെടുക്കുക ചില നമുക്ക് വീശാറുണ്ട്. ഇത് വീശാത്ത പൊറോട്ടയാണ്. വീശാതെ നമുക്ക് ഇങ്ങനെ പൊറോട്ട ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇതിങ്ങനെ നല്ല നമ്മളെ ചപ്പാത്തി കോയിൽ വെച്ചിട്ട് നമുക്ക് നന്നായി എത്ര പരത്താൻ പറ്റും അത്രയും പരത്തണം. കട്ടി തീരെ പാടില്ല. കട്ടി ഉണ്ടായ പൊറോട്ട ടേസ്റ്റ് പോകും. അപ്പോൾ ഒരു ബോൾ കൊണ്ട് നമുക്ക് വലിയ ബോളാച്ചാൽ നല്ല പരത്തിയെടുക്കണം. ഇതിപ്പോൾ ഒരു നോർമൽ ഷേപ്പാണ്, അത്ര വലുതൊന്നുമല്ല. അപ്പോൾ എത്ര പരത്താൻ പറ്റും അത്രയും പരത്തണം. ഇതിപ്പോൾ നമ്മൾ നല്ലോണം പരത്തിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കുറച്ച് നമ്മൾ താഴെ ഒട്ടുണ്ടെങ്കിൽ കുറച്ച് എണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കാം താഴെ. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ ഇളകി പോരാൻ നല്ല ഈസിയാവും. അതിനുശേഷം നമുക്ക് ഒരു കത്തി വെച്ചിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഇതിങ്ങനെ എടുത്തെടുത്ത് വരക്കുമ്പോഴാണ് നമുക്ക് നൂൽ പൊറോട്ട. കുറച്ചും കൂടി എടുത്തെടുത്താണെങ്കിൽ നമുക്ക് നൂൽ പൊറോട്ട ഉണ്ടാക്കാം. അതിൻ്റെ മേലെ കുറച്ച് പാം ഓയിൽ ആക്കി കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് മൈദ കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മൈദ സ്പ്രെഡ് ചെയ്തിട്ട് ഇനി 2 സൈഡിൽ നിന്നും കൂടി ഇങ്ങനെ ഇളക്കിയെടുക്കണം. അടിയിൽ നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഈസി ആയിട്ട് ഇളക്കിയെടുക്കാം. ഇതിങ്ങനെ ഇളക്കിയെടുക്കാം. നല്ലപോലെ ഇളക്കിയെടുക്കണം. അതവിടെ അങ്ങനെ ഒട്ടാതെ നമ്മൾ ശ്രദ്ധിക്കണം. ഒട്ടുമ്പോൾ എണ്ണ കുറച്ചാക്കി കൊടുക്കണം, പാം ഓയിലും. പിന്നെ ഇങ്ങനെ നീളത്തിൽ പിടിച്ചിട്ട് ഇങ്ങനെ കുറച്ചിങ്ങനെ വലിച്ച് പിടിച്ച് അങ്ങനെ മടക്കി കൊടുക്കാം. വലിക്കുമ്പോൾ അത്രത്തോടെ നമ്മൾ നീളം കിട്ടും. ഇനി അത് ലാസ്റ്റിൽ ആ തലപ്പ് ഉള്ളിലേക്ക് നല്ലോണം ഫോൾഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ കുറച്ച് എണ്ണ കൂടി ആക്കി കൊടുക്കുക. എന്നിട്ട് മൂടിയിടാം. ഇത് നമ്മൾ ഇത്രയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് എന്നിട്ട് കല്ലിൽ ചുട്ടെടുത്ത് അടിച്ചിട്ടുള്ള പൊറോട്ടയാണ്. നല്ല നൂല് പോലെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പോലെയല്ല, നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. നല്ല നൂല് പോലെ വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റാണ്. എനിക്ക് നമ്മൾ ഒരു കുക്കർ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. ഫുൾ കുക്കറിലാണ്. നമ്മൾ അങ്ങനെ വഴറ്റിയിട്ട് തോന്നിച്ചിട്ട് അങ്ങനെയൊന്നുമില്ല. ഫുൾ കുക്കറിൽ വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ ഈസി ഹെൽത്തി ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ പൊറോട്ടയും ചിക്കൻ കറിയും ഒഴിച്ചു. അടിപൊളിയായിരുന്നു. സോ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി വെക്കാം. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.